ഇറ്റലിയിൽ ഗുരുദ്വാരയ്ക്ക് പുറത്തുണ്ടായ വെടിവെപ്പിൽ 2 ഇന്ത്യക്കാർ ദാരുണമായി കൊല്ലപ്പെട്ടു. വൈശാഖി ആഘോഷങ്ങൾക്കായി ഒത്തുകൂടിയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആസൂത്രിതമായ കൊലപാതകമാണിതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇറ്റലിയിലെ ബെർഗാമോ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന കോവോയിലാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. കോവോ സ്വദേശിയായ രജീന്ദർ സിംഗ്, ആഗ്നഡെല്ലോ സ്വദേശിയായ ഗുർമിത് സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവർക്കും 48 വയസ്സാണ് പ്രായം. കോവോയിലെ വ്യാവസായിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മാതാ സാഹിബ് കൗർ ജി ഗുരുദ്വാരയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു അപകടം. അപ്രതീക്ഷിതമായി എത്തിയ അക്രമി ഇവർക്ക് നേരെ തുടർച്ചയായി വെടിയുതിർക്കുകയും തുടർന്ന് കാറിൽ രക്ഷപ്പെടുകയുമായിരുന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പെട്ടെന്നുണ്ടായ ഒരു വാക്കുതർക്കമല്ല കൊലപാതകത്തിൽ കലാശിച്ചതെന്നും വ്യക്തമായ ആസൂത്രണത്തോടെ നടന്ന ക്രൂരമായ കൊലപാതകമാണിതെന്നുമാണ് അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് 10ഓളം വെടിയുണ്ടകളുടെ കവചങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഗുരുദ്വാരയിൽ സ്ഥിരമായി എത്താറുള്ള ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ് അക്രമിയെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. വെടിവയ്പിൽ മൂന്നാമതൊരാൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ശനിയാഴ്ച ഔദ്യോഗികമായി വൈശാഖി ആഘോഷങ്ങൾ നടക്കാനിരിക്കെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.